മകരവിളക്കിനോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാർ സത്രം കാനനപാതയിലൂടെ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്നു. കാനനപാതയിലൂടെ ഇന്നലെ മാത്രം കടന്നുപോയത് 4870 അയ്യപ്പ ഭക്തരാണ്. കാനനപാതയിലെ യാത്രയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ ദുരിതപൂർണ്ണമെന്നാണ് അയ്യപ്പ ഭക്തർ പറയുന്നത്. ശബരിമല മണ്ഡലകാലം ആരംഭിച്ചത് മുതൽ പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം വഴി ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ദിനം പ്രതി ശരാശരി 4000-നും 5000-നും ഇടയിൽ അയ്യപ്പ ഭക്തരാണ് കാനനപാതയിലൂടെ ശബരിമലയിലെത്തിയത്. മകരവിളക്ക് പൂജയ്ക്കായി ശബരിമല നട തുറന്നതോടെ കൂടുതൽ ആളുകൾ സത്രത്തിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ശബരിമലയിലേക്കുള്ള പ്രധാന പാതകളിലെ ഗതാഗതക്കുരുക്കും പമ്പ വഴി സന്നിധാനത്തേക്കുള്ള അയ്യപ്പ ഭക്തരുടെ തിരക്കും പരമ്പരാഗത കാനനപാതയായ സത്രം വഴിയുള്ള അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കാൻ കാരണമായി. എന്നാൽ സത്രം കാനനപാതയിലൂടെ അയ്യപ്പ ഭക്തർക്ക് ഇപ്രാവശ്യം യാത്ര ചെയ്യുന്നതിനായി ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങളിൽ ഭക്തർ തൃപ്തരല്ല. സത്രത്തിൽ നിന്നും പുല്ലുമേട് വഴി കാനനപാതയിലേക്ക് കടന്നുപോകുന്ന ഭാഗങ്ങളിൽ വലിയ കയറ്റങ്ങൾ ഉള്ളയിടത്ത് അയ്യപ്പ ഭക്തർക്ക് പിടിച്ചുകയറുന്നതിനായി വടം കെട്ടിയിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് വടമായതിനാൽ മഴയുള്ള സമയങ്ങളിൽ ഈ വടത്തിൽ പിടിച്ച് കയറുവാൻ അയ്യപ്പ ഭക്തർക്ക് സാധിക്കാത്ത അവസ്ഥയുണ്ട്. ഇതോടൊപ്പം സത്രത്തിൽ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ സൗകര്യമൊരുക്കാത്തതും ഭക്തരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. മകരവിളക്ക് മഹോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കാനനപാതയിലുള്ള അയ്യപ്പ ഭക്തരുടെ തിരക്ക് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. തിരക്കേറുന്ന സാഹചര്യത്തിലെങ്കിലും കാനനപാതയിലൂടെ കടന്നുപോകുന്ന അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, ഇടുക്കി.